കെ മാണിക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം അല്പസമയത്തിനകം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. പാലാ കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക്. മൃതസംസ്കാര ശുശ്രൂഷയിലെ പ്രാർത്ഥനകൾ സമാപിച്ചു. മാണിസാറിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാനായി കേരള സർക്കാർ ആചാരവിധികൾ ഇപ്പോൾ മുഴക്കുന്നതാണ്. അതിനുശേഷം കുടുംബാംഗങ്ങൾ മൃതശരീരം കല്ലറയിലേക്ക് സംവഹിക്കപ്പെട്ട മൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്തതിനു ശേഷം കെ മാണിയുടെ മൃതദേഹം അല്പസമയത്തിനകം കുടുംബ കല്ലറയിൽ സംസ്കരിക്കും. ഇപ്പോൾ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഗാർഡ് ഓഫ് ഓണർ നൽകുകയാണ്. അതിനുശേഷമായിരിക്കും കുടുംബക്കാർ മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് എത്തിക്കുക. വളരെ വികാര നിർഭരമായ ഒരു യാത്രയയപ്പാണ് പാലാ കെ മാണിക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൻ ജനസഞ്ചയമാണ് ഒരു നോക്ക് കാണുവാനായി ഇപ്പോൾ കല്ലറയ്ക്ക് ചുറ്റും പോലും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കെ മാണിക്ക് പാല ഇപ്പോൾ അന്ത്യയാത്രാമൊഴി നൽകുകയാണ്. മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും. പാലാ കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന് അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് എടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കുടുംബ കല്ലറയിൽ മൃതദേഹം സംസ്കരിക്കും. വളരെ വികാര നിർഭരമായ ഒരു യാത്രയയപ്പാണ് കഴിഞ്ഞ 48 മണിക്കൂറായി കേരളവും പ്രത്യേകിച്ച് മധ്യ കേരളവും പാലായും കെ മാണിക്ക് നൽകിയത്. പാലാ സെന്റ് തോമസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യ ശുശ്രൂഷ ചടങ്ങുകളും അന്ത്യനിദ്രയുമെല്ലാം.
ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ടവർ അന്ത്യ ചുംബനം നൽകുകയാണ്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അന്ത്യ ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം കല്ലറയിലേക്ക് എടുക്കുവാനായി ഇപ്പോൾ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. Standing loading position. One round. Load. Present. Police. Fire. Down. Reload.
കെ മാണിയുടെ സംസ്കാര ശുശ്രൂഷകൾ എല്ലാം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഗാർഡ് ഓഫ് ഓണർ നൽകിയതോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മൃതദേഹം കുടുംബ കല്ലറയിൽ ഇനി സംസ്കരിക്കും. അന്തിമോപചാര ചടങ്ങുകളെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഈ ബഹുമതി അർപ്പണത്തോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. ഇനി കുടുംബക്കാർ മൃതദേഹം കല്ലറയിലേക്ക് എടുക്കുകയാണ്. പാല സെന്റ് തോമസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. മിനിയാന്ന് വൈകിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് 4:57 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ രാവിലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഏകദേശം 21 മണിക്കൂർ എടുത്താണ് മൃതദേഹം രാത്രി 12:30 കോട്ടയത്ത് എത്തിച്ചത്. അവിടെ നിന്നും ഇന്ന് രാവിലെ പാലായിലെ വസതിയിലേക്ക് കൊണ്ടുപോയി. വസതിയിലാണ് അന്ത്യശുശ്രൂഷകളുടെ ഭാഗമായുള്ള ആദ്യ ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. അവിടെ നിന്നും മൃതദേഹം പാല സെന്റ് തോമസ് കത്തീഡ്രലിൽ എത്തിച്ചു. അവിടെ സഭാ മേലധ്യക്ഷന്മാർ അദ്ദേഹത്തിന് അനുസ്മരണ നൽകി. അതിനുശേഷം അന്ത്യശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയായ ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിച്ചു. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം മൃതദേഹം കല്ലറയിലേക്ക് എടുക്കും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി യാത്രയയപ്പ് നൽകുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അതികായന് വളരെ വികാര നിർഭരമായ ഒരു യാത്രയയപ്പാണ് നൽകുന്നത്. അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു കൊച്ചിയിൽ നിന്ന് മൃതദേഹം വിലാപയാത്രയായി കോട്ടയത്തേക്ക് എത്തിച്ചപ്പോഴും അവിടെ നിന്ന് പാലായിലെ വസതിയിലേക്ക് കൊണ്ടുപോയപ്പോഴും ഇപ്പോൾ പാലായിലെ വസതിയിൽ നിന്ന് സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തിക്കുമ്പോഴും ഇപ്പോൾ അന്തിമ ശുശ്രൂഷകൾക്ക് അന്തിമ സംസ്കാര ചടങ്ങുകൾ കാണുവാനുമായും ഒരു വൻ ജനാവലി തന്നെയുണ്ട് കല്ലറയ്ക്കും പരിസരത്തുമായി. അപ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും അന്ത്യചുംബനം നൽകി അവസാന യാത്രയയപ്പ് നൽകുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മൃതദേഹം കുടുംബ കല്ലറയിൽ സംസ്കരിക്കും. കെ മാണിയുടെ ഭാര്യ കുട്ടിയമ്മയാണ് അവസാന ചുംബനം അദ്ദേഹത്തിന് നൽകിയത്. മൃതദേഹം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കുടുംബ കല്ലറയിലേക്ക് എടുക്കും. കെ മാണിക്ക് രാഷ്ട്രീയ കേരളം വളരെ വികാര നിർഭരമായ യാത്രയയപ്പ് നൽകുന്നു. സംസ്കാര ശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം കുടുംബകല്ലറയിലേക്ക് എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ എല്ലാവരും അന്ത്യചുംബനം നൽകി യാത്രയയപ്പ് നൽകുന്ന വളരെ വികാര നിർഭരമായ ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത്.
ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനായി പാലായിലെ വസതിയിലും അതുപോലെ തന്നെ കോട്ടയം തിരുനക്കര മൈതാനിയിലുമെല്ലാം കഴിഞ്ഞ 48 മണിക്കൂറായി ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. കടുത്ത ചൂടിലും ഒരു അണ മുറിയാത്ത ജനപ്രവാഹമായിരുന്നു പാലായിൽ, കോട്ടയത്തും പാലായിലെ വസതിയിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പള്ളി പരിസരത്തും എല്ലാം കാണാൻ കഴിയുന്നത്. 3 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ നടക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ആ സമയം കണക്കാക്കി തന്നെ ആയിരങ്ങളാണ് പള്ളിക്ക് ചുറ്റും ഈ കല്ലറയ്ക്ക് ചുറ്റുമായി തമ്പടിച്ചിരുന്നത്. അവരെല്ലാം തന്നെ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി അവിടെ തന്നെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി കുടുംബക്കാരെല്ലാം ഇപ്പോൾ കല്ലറയ്ക്ക് ചുറ്റും സന്നിഹിതരായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, പെൺമക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ എല്ലാവരും തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഉടൻ തന്നെ സംസ്കാരം നടക്കും. ഒരു വൻ ജനാവലി തന്നെ സംസ്കാര ശുശ്രൂഷകൾക്ക്, അന്ത്യചടങ്ങുകൾക്കും സാക്ഷ്യം വഹിക്കുവാനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകുകയാണ്. നേരത്തെ സംസ്ഥാന സർക്കാർ ആദരം അർപ്പിച്ചിരുന്നു. കെ എം മാണിക്ക് കേരളം യാത്രാ മൊഴി നൽകുകയാണ്. ഇപ്പോൾ അന്തിമ ശുശ്രൂഷ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് എടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കൾ, ചെറുമക്കൾ, മരുമക്കൾ എല്ലാവരുമാണ് കുടുംബ കല്ലറയ്ക്ക് ചുറ്റുമായി സന്നിഹിതരായിരിക്കുന്നത്. ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് മാത്രമാണ് കുടുംബ കല്ലറയിലേക്ക് പ്രവേശനം നൽകിയിരിക്കുന്നത്. വൻ സുരക്ഷയാണ് രാവിലെ മുതൽക്ക് തന്നെ പാലാ സെന്റ് തോമസ് കത്തീഡ്രലിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരുന്നത്. വൻ ജനസഞ്ചയമാണ് ആ ഭാഗം എല്ലാം രാവിലെ മുതൽ തന്നെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ സസൂക്ഷ്മം തന്നെ പോലീസ് നിർവഹിച്ചിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. സംസ്ഥാന സർക്കാരിന്റെ ഗാർഡ് ഓഫ് ഓണർ ആയിരുന്നു ഏറ്റവും അവസാനത്തെ ആദരം. അതും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അദ്ദേഹത്തിന് അന്ത്യചുംബനം നൽകി അവസാന യാത്രയയപ്പും നൽകി ഇപ്പോൾ കുടുംബ കല്ലറയ്ക്ക് ചുറ്റും സന്നിഹിതരായിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. കെ മാണിക്ക് കേരളം വിട നൽകുകയാണ്. അന്ത്യശുശ്രൂഷ ചടങ്ങുകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം അല്പസമയത്തിനകം തന്നെ കുടുംബകല്ലറയിൽ സംസ്കരിക്കും. ആയിരങ്ങളാണ് മിനിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ കൊച്ചിയിലെ ആശുപത്രി മുതൽ കോട്ടയം തിരുനക്കര മൈതാനിയിലും പാലയിലെ വസതിയിലുമെല്ലാം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനായി എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോഴും ഒരു വൻ ജനസമൂഹത്തെ പള്ളി പ്രദേശത്തെല്ലാം നമുക്ക് കാണാം.
ശ്വാസകോശ സംബന്ധമായ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇനിങ്ങാന്നാൾ വൈകിട്ട് 4:57 കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ കുടുംബ കല്ലറയ്ക്ക് ചുറ്റും എത്തിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന KM മാണിക്ക് വികാര നിർഭരമായ യാത്രയയപ്പാണ് പാലയും അതുപോലെ തന്നെ മധ്യ കേരളവുമെല്ലാം നൽകിയത്. KM മാണിയുടെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും. പാല സെന്റ് തോമസ് കത്തീഡ്രലിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയിൽ തന്നെയാണ് അദ്ദേഹത്തെയും സംസ്കരിക്കുന്നത്. നേരത്തെ പള്ളിക്കകത്ത് അന്ത്യശുശ്രൂഷ ചടങ്ങുകളെല്ലാം നൽകിയിരുന്നു. അതിനുശേഷമാണിപ്പോൾ മൃതദേഹം കുടുംബ കല്ലറയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വെച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകി, ഗാർഡ് ഓഫ് ഓണർ നൽകി. KM മാണിയുടെ സംസ്കാരം ഉടൻ നടക്കും. അന്ത്യശുശ്രൂഷകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം കല്ലറയിലേക്ക് എടുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്.
കെ മാണിയുടെ മൃതദേഹം ഉടൻ സംസ്കരിക്കും. മൃതദേഹം കല്ലറയിലേക്ക് എടുക്കുവാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. വൻ ജനാവലിയാണ് അന്ത്യ ശുശ്രൂഷകൾക്ക് സാക്ഷ്യം വഹിക്കുവാനായി അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ കല്ലറയിലേക്ക് എടുക്കുകയാണ്. ആളുകൾ മാറണം. വെറും 6 പേർ മാത്രം സംഭവിക്കേണ്ട ആവശ്യം. മാത്രം സംഭവിച്ചാൽ മതി. ദയവ് ചെയ്ത ചുറ്റു നിൽക്കുന്നതിന് മാറുക.
ഞങ്ങളുടെ ഉയിരിൻ ജീവനിലൂടെ ജീവിക്കുന്നു ജനകോടികളുടെ കാരുണ്യക്കടലം ഇല്ല ഇല്ല മരിച്ചിട്ടില്ല ഇല്ല ഇല്ല മരിച്ചിട്ടില്ല സാറ് മരിച്ചിട്ടില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങൾ ചൊരിയും ചോരയിലൂടെ ഞങ്ങളുടെ ഉയിരിൻ ജീവനിലൂടെ സാറ് ജീവിക്കുന്നു കെ മാണിയുടെ മൃതദേഹ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബ കല്ലറയായ പാല സെന്റ് തോമസ് കത്തീഡ്രലിലെ കല്ലറയിലാണ് മൃതദേഹം സംസ്കരിച്ചത്. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ, കുടുംബക്കാർ, കേരള കോൺഗ്രസ് പ്രവർത്തകർ, മറ്റു രാഷ്ട്രീയക്കാർ എല്ലാവരും ചേർന്ന് വികാരനിർഭരമായ ഒരു യാത്രയപ്പാണ് കെ മാണിക്ക് നൽകിയത്. അങ്ങനെ കെ മാണി എന്ന അതികായൻ ഇപ്പോൾ ചരിത്രത്തിലേക്ക് ഇടം നേടിയിരിക്കുന്നു. വളരെ വികാരനിർഭരമായ ഒരു യാത്രയപ്പാണ് പാല, മധ്യ കേരളം എല്ലാം അദ്ദേഹത്തിന് നൽകിയത്. പാല സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അവസാനമായി ഒരു നോക്ക് കാണുവാൻ നാട്ടിൽ പാലായിൽ എത്തിച്ചേർന്ന ആയിരങ്ങൾ ഇത് അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ വേണ്ടി കുഴിമാടത്തിലേക്ക് പുഷ്പങ്ങളുമായി എത്തിച്ചേരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, കെ മാണിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ പുഷ്പം ഇട്ട് അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ്. കുടുംബാംഗങ്ങളെല്ലാം പുഷ്പം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ, മരുമകൾ, മക്കൾ എല്ലാവരെയും ദൃശ്യങ്ങളിൽ കാണാം. കുഴിമാടത്തിൽ പുഷ്പാർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയായി.
സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾ ഇപ്പോൾ പള്ളിയിലേക്ക് തിരിച്ചു പോവുകയാണ്. വൻ ജനാവലിയുടെ സാക്ഷി നിർത്തിയാണ് കെ എം മാണിക്ക് യാത്രയയപ്പ് നൽകിയത്. പാലായിലെ സെന്റ് തോമസ് കത്തീഡ്രലിലെ കുടുംബ കല്ലറയിലാണ് അദ്ദേഹത്തിനും അന്ത്യവിശ്രമം ഒരുക്കിയത്. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. വളരെ വികാര നിർഭരമായി ആണ് പാല അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയത്. അണമുറിയാത്തൊരു ജനപ്രവാഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിന്റെ പാലായിലെ വസതിയിലും അതുപോലെ തന്നെ കോട്ടയം നഗരിയിലും ഇന്നലെയും ഇന്നുമായി കാണാൻ കഴിഞ്ഞത്. സാലി ചേരുന്നുണ്ട്. സാലി, ചടങ്ങുകളെല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. പൂർണ്ണ സംസ്ഥാന ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്ഥാനം മുൻ മന്ത്രി കെ എം മാണിയെ യാത്രയാക്കിയത്. ഒപ്പം വൻ ജനാവലി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത് അവർ അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു. വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. ഏതായാലും ഏറ്റവും അവസാനത്തെ ചടങ്ങും പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കുഴിമാടത്തിലേക്ക് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. ബന്ധുമിത്രാദികൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും പുഷ്പങ്ങൾ അർപ്പിച്ച് അവസാനമായി അവർ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. ഏതാണ്ട് സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് ഏതാണ്ട് 3-3:30 കരിങ്ങോരക്കൽ തറവാട്ടിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി പുറത്തേക്കെടുത്ത് വിലാപയാത്രയായി 10,000 അനുഗമിച്ചു. തുടർന്ന് പള്ളിയിൽ കത്തീഡ്രലിലെത്തി. കത്തീഡ്രലിൽ വെച്ച് സംസ്കാര ശുശ്രൂഷകൾ ഏതാണ്ട് അരമണിക്കൂർ നീണ്ടുന്ന സംസ്കാര ശുശ്രൂഷകൾ നടന്നു. പ്രമുഖ ബിഷപ്പുമാരും ഒക്കെ ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തുടർന്നാണ് സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്ന് സെമിത്തേരിയിലേക്ക് എത്തിച്ചതിന് ശേഷം അവിടെ സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകി. പോലീസ് സേനാംഗങ്ങൾ ഗാർഡ് ഓഫ് ഓണർ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. തുടർന്നാണ് മൃതദേഹം കല്ലറയിലേക്ക് എടുത്തത്. കല്ലറയിൽ ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നു. സംസ്കാര നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാന ചടങ്ങുകൾ എന്ന നിലയ്ക്ക് ഇവിടെ എത്തിയ ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ സമാനതകളില്ലാത്ത ഒരു വിടവാങ്ങൽ ആണ്, യാത്രയയപ്പാണ് കെ എം മാണിക്ക് പാല നൽകുന്നത് എന്ന് തന്നെ പറയാം. പാലായുടെ ചരിത്രത്തിൽ ഇത്രയും അധികം ജനസഞ്ചയം ഒഴുകിയെത്തിയ ഒരു സംസ്കാര ചടങ്ങുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. പാലാക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ആത്മബന്ധമുണ്ടായിരുന്നു കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിനോട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങും കണ്ടു തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് പാലാക്കാർ കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവിനെ നെഞ്ചേറ്റിയിരുന്നത് എന്ന് മനസ്സിലാക്കും. കെ എം മാണി പാലാക്കാരെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, അതിൻ്റെ 10 മടങ്ങ് സ്നേഹം അവർ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിന് മടക്കി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഈറനണിഞ്ഞ മെഴികളുമായി ആയിരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിച്ചത്. ഇപ്പോൾ പള്ളിയിലും കല്ലറയ്ക്ക് സമീപവും സമാന സ്ഥിതി തന്നെയാണ്. ബന്ധുക്കൾക്കൊപ്പം അതിനേക്കാൾ ഉപരിയായോ പ്രദേശവാസികളാകെ കരഞ്ഞ് വളരെ വേദനയോടുകൂടി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ചടങ്ങും പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കല്ലറയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. കെ എം മാണി എന്ന അതികായൻ ഓർമ്മയായിരിക്കുന്നു.